നമസ്കാരം, ഞാൻ വിവേക് ബാലകൃഷ്ണൻ. സജിന ബി സാജൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. കഴിഞ്ഞ ദിവസം ഇവര് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ രീതിയിൽ ഒരു വിദ്വേഷ പരാമർശം നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിക്ക് പരാതിയുമായിട്ട് അതിജീവിത വരുന്നത്. ഇവരുടെ ഈ ഒരു പരാമർശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നീട് യൂത്ത് കോൺഗ്രസിലെ പല ആളുകളും കോൺഗ്രസിലെ ആളുകളും ഒക്കെ തന്നെ ഇവർക്ക് എതിരെ പോസ്റ്റുമായി രംഗത്ത് വരുന്നത് കണ്ടു. ഇവര് ഇപ്പോൾ ഇന്ന് രാവിലെ അടക്കം വന്ന ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഇവരെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം വനിതകൾ രംഗത്ത് വരികയും ഇല്ലെങ്കിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നൊക്കെയാണ് അവരുടെ വാദങ്ങൾ വരുന്നത്. ഈ സജിന ബി സാജൻ ചെയ്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യം തന്നെ പറയാനുള്ളത് യൂത്ത് കോൺഗ്രസിലെ പ്രിയ സഹോദരങ്ങളോടാണ്. നമ്മളുടെ ഇടയിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ തുറന്നു പറച്ചിൽ നടത്തി കഴിഞ്ഞാൽ അവരെ ഒറ്റപ്പെടുത്തുന്ന രീതി ശരിയല്ല എന്നതാണ് ആദ്യം പറയാനുള്ളത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പൂർണ്ണമായി കേൾക്കുകയും അവരെന്താണോ പറഞ്ഞത് ആ രീതിയിൽ അല്ലെങ്കിൽ ആ മനോഭാവത്തിൽ അതിന് ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. കാരണം യൂത്ത് കോൺഗ്രസിലെ യൂത്തന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് പക്വതയും അറിവും ഉള്ളവരാണ് എന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ OJ ബ്രോനെ എടുത്തു കഴിഞ്ഞാൽ അറിയാം, അദ്ദേഹത്തിന്റെ പ്രായത്തിൽ കൂടുതൽ പക്വതയുള്ള ഒരു മനുഷ്യനാണ് OJ. അപ്പൊ അത്തരത്തിലുള്ള ഒരു കഴിവുള്ള ആളുകളാണ് യൂത്ത് കോൺഗ്രസ്സിലുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സഹോദരി ഇങ്ങനത്തുള്ള ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ഒറ്റയടിക്ക് അവരെ എതിർത്ത് ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കരുത്. സജിനയോട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സജിന എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ ഇപ്പോൾ മെമ്പർഷിപ്പ് ഇല്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കുറിച്ച് ഒരു സുപ്രഭാതത്തിൽ വന്ന് ഇതുപോലത്തെ ഒരു ഫോണിന്റെ ഒരു ക്ലിപ്പ്, ഒരു വോയിസ് ക്ലിപ്പ് കേട്ടു എന്ന് കരുതി എന്തിനാണ് യൂത്ത് കോൺഗ്രസ് അതിനെതിരെ പറയേണ്ട കാര്യമുണ്ടോ? ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് പറയാം, അതൊക്കെ ശരിയാണ്. പക്ഷെ യൂത്ത് കോൺഗ്രസ് സെക്രട്ടറി എന്ന നിലയിൽ അതിനെ പ്രതിരോധിക്കേണ്ടതോ അല്ലെങ്കിൽ അതിനെ പരാമർശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിലവിലില്ലല്ലോ. കാരണം നിലവിൽ അദ്ദേഹം പാർട്ടിക്ക് പുറത്തല്ലേ. പിന്നെന്തിനാണ് പാർട്ടി ഭാരവാഹിത്വം വഹിക്കുന്നവർ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇപ്പൊ പറയുന്നത് നിസ്സഹായയായ ആളുകൾക്ക് കൈ കൊടുക്കുന്നത് തന്നെയാണ് മാന്യത. കോൺഗ്രസും അത് തന്നെയാണ് ചെയ്യുന്നതും, അത് കോൺഗ്രസിന്റെ നയം അത് തന്നെയാണ് എന്നാണ് ഇപ്പോൾ സജിന പറഞ്ഞു വെക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ അതിജീവിത പരാതി കൊടുത്തതിന് ശേഷമുള്ള സജിനയുടെ പോസ്റ്റാണ്. ഇതിൽ നിന്നൊന്നും മനസ്സിലാവുന്നില്ല. കാരണം നിങ്ങൾ സ്ത്രീകൾ ആണ് ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിക്കുന്നത് എന്നുള്ള ചിന്താഗതിയൊക്കെ മാറ്റണം സജിന എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ മനസ്സിലാവാത്ത ഒരു കാര്യം, നിങ്ങൾ ഈ അതിജീവിത എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇവര് ഭയങ്കരമായിട്ട് പീഡനം അനുഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന സ്ത്രീ അല്ലെങ്കിൽ ആ പെൺകുട്ടി എന്നൊക്കെ വളരെ മാന്യതയോട് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവര് വിവാഹിതയാണ്, അവർക്ക് ഭർത്താവുണ്ട്. അങ്ങനെയുള്ള ഒരാളാണ് മറ്റൊരാളുമായി പ്രണയം ഉണ്ടായതും പിന്നീട് വന്ന കാര്യങ്ങളൊക്കെ സംഭവിച്ചതും. അപ്പോ നിങ്ങൾ ആ ഭർത്താവിന്റെ ആംഗിൾ ഒന്ന് ചിന്തിക്കണം, അല്ലെങ്കിൽ ഭർത്താവിന്റെ ആംഗിളിൽ നിങ്ങൾ ഈ കാര്യത്തെ ഒന്ന് കാണണം. അപ്പൊ അവനെ വഞ്ചിച്ച് ഈ രണ്ടാമത് ഒരുത്തരെയും കൂടി വഞ്ചിക്കാൻ ശ്രമിക്കുന്ന ഇതിനിടയിൽ സംഭവിച്ച കാര്യങ്ങൾ, ഇതിനെ പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് അല്ലെങ്കിൽ ഇതിനെങ്ങനെയാണ് കാണേണ്ടത്? ഇങ്ങനെയല്ല എങ്കിൽ അപ്പൊ അത്തരത്തിൽ ഫ്രോഡായിട്ടുള്ള ഒരാള് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളെ, അത്തരത്തിലുള്ള സ്ത്രീകളെയാണോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ ആളുകൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇതൊന്നും മനസ്സിലാവില്ല. എത്രയോ പാവപ്പെട്ട കുട്ടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി അലയുന്ന നാടാണ് കേരളം. അതിദാരിദ്ര്യമുക്തമെന്നൊക്കെ വെറുതെ തള്ളല് മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് പേര് ഇവിടെ അതിജീവനത്തിന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി അതിജീവിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും തന്നെ പറയാതെ അല്ലെങ്കിൽ അത്തരത്തിലെ ആളുകളെ ഒന്നും കാണാതെ ഇതുപോലത്തെ വളരെ വിചിത്രമായ കാര്യങ്ങൾ കാട്ടിക്കൂട്ടുന്നവർക്ക് കൈത്താങ്ങായി നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് അത്തരം പ്രവർത്തികൾ ഈ നാളെയും ചെയ്യാൻ സ്ത്രീകൾക്ക് ധൈര്യം ഉണ്ടാവട്ടെ എന്നല്ലേ പറഞ്ഞു വെക്കുന്നത്? ഇതറിയാതെ പറഞ്ഞു പോവുകയാണ് സഹോദരി. അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ചും കൂടെ എന്താ പറയാ,
മാന്യതയുള്ള കാര്യങ്ങൾ ഇടപെടുമ്പോഴാണ് അതിന് കുറേം കൂടെ കരുത്ത് നൽകാൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ചീപ്പ് പബ്ലിസിറ്റി മാത്രമാണ് നൽകുന്നത്. ഏതായാലും സജിനയുടെ കാര്യങ്ങളൊക്കെ തന്നെ ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും പറയാം, അതിന് ആർക്കും ഒരു തടസ്സമല്ല. പക്ഷേ പാർട്ടി നേതൃത്വ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോൾ കുറച്ചെങ്കിലും നമ്മൾ ഒരു പക്വത കാണിക്കണം. അല്ലെങ്കിൽ ഒന്ന് പറയാൻ പോണ വിഷയത്തെക്കുറിച്ച് എന്താണ് എന്നുള്ള ഒരു പൂർണ്ണ ബോധ്യം ഉണ്ടാവണം. ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ അതിജീവിത എന്ന് പറയുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ പെണ്ണ് തന്നെയാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെയാണ്. അങ്ങനെ ഒരാളെയാണ് സാർ നിങ്ങൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നത്, അതും യൂത്ത് കോൺഗ്രസിന്റെ പദവിയിൽ ഇരുന്നിട്ട്. ചിന്തിക്കണം, ഒരുപാട് ചിന്തിക്കണം. എല്ലാ കോണിലൂടെയും കാണാനുള്ള കഴിവുണ്ടാവുമ്പോൾ മാത്രമാണ് ഒരാൾ നേതാവായി എത്തുന്നുള്ളൂ. പ്രിയ സഹോദരി സജിന അത് മനസ്സിലാക്കണം. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തണം. സജിനയെ ഒറ്റപ്പെടുത്തുന്ന യൂത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ, കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ അത് ശരിയല്ല. അവരെ ഒറ്റപ്പെടുത്താൻ പാടില്ല. പറയുന്ന കാര്യങ്ങളെ തിരുത്തി നാളെ നേർവഴിക്ക് നയിക്കേണ്ടവരാണ് നമ്മൾ. അത് ചെയ്യുക. സജിന ഒരു പുനർചിന്തനം നടത്തുക തന്നെ വേണം ഈ വിഷയത്തിൽ എന്ന് തന്നെ അടിവരയിട്ട് പറയുകയാണ്. പ്രിയ സഹോദരിക്ക് അത് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ പ്രാർത്ഥനകളും. നന്ദി, നമസ്കാരം.